ക്ലിയർ ആയി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കിട്ടി, എല്ലാ വെരിഫിക്കേഷനും കിട്ടി. അൺലെസ് ഈ ഒരു എക്സ്പീരിയൻസ് ഭാഗത്ത് ടിക്ക് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്ലോ നെഗറ്റീവായിട്ടായിരിക്കും വരിക. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചിലർ ചെയ്യും ഏതെങ്കിലും ഒരു ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫേക്ക് ഒക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ഫേക്ക് ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫേക്ക് ചെയ്യുന്നത് ഇപ്പോഴും നിലവിലുള്ള ഒരു ഹോസ്പിറ്റലാവണം, ഒരാൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു ഹോസ്പിറ്റലാവണം, മെയിൽ സെൻഡ് ചെയ്താൽ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാവണം. അപ്പം അങ്ങനത്തെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയോ, ഡസൻ മാറ്റർ. അത് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. ബട്ട് ഇപ്പം എല്ലാവരും ഒന്നും ഒറ്റ സ്ട്രെച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ 6 മന്ത് ഒരു ക്ലിനിക്കിൽ, പിന്നെ 6 മന്ത് ഒരു ക്ലിനിക്കിൽ, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ആസ് എ ഹോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ലെറ്റർ വെക്കുന്നതിന് പകരം നിങ്ങൾ ആ എക്സ്പീരിയൻസ് ലെറ്റർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ അപ്രോച്ച് ചെയ്ത് അത് അവർ വെരിഫൈ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലായിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദാറ്റ് ഓൺലി. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ